ഇടതുപക്ഷം ബന്ധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബന്ധുപക്ഷ പാർട്ടിയായി മാറിയെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും എതിരെ ബി.ജെ.പി. കൗൺസിലർമാർ കൊല്ലം കോർപ്പറേഷന് മുന്നിൽ നടത്തിയ 24 മണിക്കൂർ ഉപവാസത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അനൂപ് ആന്റണി. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ബി.ജെ.പി. കൗൺസിലർമാർ കൊല്ലം കോർപ്പറേഷന് മുന്നിൽ നടത്തിയ 24 മണിക്കൂർ ഉപവാസ സമരം സമാപിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഉയർത്തിയ അഴിമതി കൊല്ലത്തെ മാത്രമല്ല മറിച്ച് കേരളത്തിൽ ഇടതും കോൺഗ്രസും ഭരിക്കുന്ന കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളിലും നിലനിൽക്കുന്നെന്ന് സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്ന ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഭരിച്ചിരുന്ന ഓരോ കോർപ്പറേഷനും, മുനിസിപ്പാലിറ്റിയും, പഞ്ചായത്തുകളും ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ഓരോ കോർപ്പറേഷനിലും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇതേ റിപ്പോർട്ട് കാർഡ് തന്നെയാണ് പറയാനുള്ളത്. സ്വന്തക്കാരെ പിൻവാതിലിൽ കൂടെ നിയമിക്കുന്ന ഇടതുപക്ഷം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഇടതുപക്ഷവും UDF-ഉം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ സാധാരണക്കാരുടെ ഏറ്റവും ആവശ്യമുള്ള, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പരിഹാരമുള്ള, ഭാരതത്തിലെ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായി എന്ന് കേരളം മാറിക്കഴിഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിൽ. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതിനു മുമ്പുണ്ടായിരുന്ന UDF-യുടെ സർക്കാരിന്റെ തൊഴിലില്ലായ്മ നിരക്കിനെ കുറച്ച് 10% താഴെ എത്തിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രകാശ് പാപ്പാടി, VS ജിതിൻ ദേവ്, ഇടവട്ട വിനോദ്, കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി ലീഡർ ഗിരീഷ്, കൗൺസിലർമാരായ ശൈലജ, അഭിലാഷ്, അനീഷ്, കൃപ വിനോദ്, സജിതാനന്ദ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AG ശ്രീകുമാർ, വെള്ളിമൺ ദിലീപ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശൈലേന്ദ്ര ബാബു, ബൈജു കൂനമ്പായിക്കുളം, ശശികല റാവു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.